നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനായി അഫേം ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവശം അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇല്ലായ്മയിൽ നിന്നാണ് അഫർമേഷൻ പറയുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും എൻ്റെ അടുത്ത് ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു സംശയമാണിത്. അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി അഫേം ചെയ്യുമ്പോൾ നമ്മുടെ കൈവശം ആ കാര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു തരം ഇല്ലായ്മയിൽ നിന്നോ അല്ലെങ്കിൽ ലാക്ക് മൈൻഡ് സെറ്റിൽ നിന്നാണോ വരുന്നത് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് ഇല്ലായ്മ എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അതായത് ലാക്ക് മൈൻഡ് സെറ്റ് എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം ആഗ്രഹിക്കുന്നത് ഈ ഇല്ലായ്മയല്ല. ആ കാര്യം ഇല്ലെന്ന് കരുതി വിഷമിച്ച് ജീവിക്കുന്നതാണ് ഈ ഇല്ലായ്മ. ഇവ രണ്ടും ഒരുപോലെയല്ല. നിങ്ങൾക്ക് ദാഹം വന്നാൽ വെള്ളം കുടിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇല്ലായ്മയുടെ എനർജിയിലാണോ? വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും, അതുകൊണ്ട് നിങ്ങൾ കുറവിൽ ജീവിക്കുകയാണോ? അല്ല. അതൊരു സ്വാഭാവിക ആഗ്രഹം മാത്രമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവിക ആവശ്യം മാത്രമല്ലേ? അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ജോലി വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, സ്നേഹമുള്ള ബന്ധം വേണം, ശാന്തമായ ജീവിതം വേണം. ഇവയെല്ലാം മനുഷ്യന്റെ സ്വാഭാവിക ആഗ്രഹങ്ങളല്ലേ? ആഗ്രഹം എന്നത് കുറവല്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു ദിവസം ഒരു ഷോപ്പിലേക്ക് പോകുന്നു. നിങ്ങൾക്കൊരു മൊബൈൽ വാങ്ങണം. അവിടെ ചെന്നിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. നിങ്ങൾ പറയുന്ന എന്താ? ഈ മോഡൽ ഒന്ന് കാണിക്കാവോ, അല്ലെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് കളർ ഒന്ന് എടുക്കാവോ, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇത് ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ഇല്ലായ്മയുടെ മനോഭാവത്തിലാണോ? അല്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലും അത് തന്നെയാണ്. യൂണിവേഴ്സിനോട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അറിയിക്കുകയാണ് അഫർമേഷൻ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാം നമുക്ക്. പലരും കരുതുന്നത് അഫർമേഷൻ എന്നത് യൂണിവേഴ്സിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബെഗ് ചെയ്യുകയോ ചെയ്യുന്നൊരു പ്രോസസ് ആണെന്നാണ്. പക്ഷെ അതങ്ങനെയല്ല. അഫർമേഷൻ എന്നത് ചോദിക്കലല്ല, പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ റിയാലിറ്റി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ അഫർമേഷൻ. കാര്യം ഇതാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല. അതിന് വീണ്ടും വീണ്ടും ലഭിക്കുന്ന തോട്ട്സ്, ഫീലിങ്സ്, ബിലീഫ്സ് എന്നിവയാണ് അത് സ്വീകരിക്കുന്നത്. അതായത് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫീലിങ്സ്, അതായത് നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്നിവയാണ് അത് സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ദിവസവും ഇങ്ങനെ പറയുകയാണ് എന്ന് കരുതൂ: ഞാൻ സമാധാനത്തിലാണ്, എൻ്റെ ജീവിതം ദിവസേന മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പണം എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നു, ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ്. ഇത് കേൾക്കുന്നത് യൂണിവേഴ്സ് ആദ്യമായിട്ട് വല്ലതും ആണോ? അല്ല. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പുതിയ ഐഡന്റിറ്റി സ്വീകരിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ സെൽഫ് ഇമേജ് പതുക്കെ മാറാൻ തുടങ്ങും, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം മാറാൻ തുടങ്ങും. ആ പുതിയ ഐഡന്റിറ്റിക്ക് അനുസരിച്ചുള്ള ചിന്തകളും തീരുമാനങ്ങളും പ്രതികരണങ്ങളും ആക്ഷൻസും സ്വാഭാവികമായി വരാൻ തുടങ്ങും. അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. അതാണ് മാനിഫെസ്റ്റേഷന്റെ തുടക്കം. അതിനാൽ വീണ്ടും ഓർക്കുക, അഫർമേഷൻ എന്നത് യൂണിവേഴ്സിനെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമമൊന്നുമല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള പ്രോസസ്സാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാം. ഇല്ലായ്മയുടെ മനോഭാവം, അതായത് ലാക്ക് മൈൻഡ് സെറ്റ് എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? പലരും കരുതുന്നത് എനിക്കിപ്പോൾ ആ കാര്യം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇല്ലായ്മയുടെ മനോഭാവത്തിലാണ്. പക്ഷേ അത് ശരിയല്ല. ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നത് ഇല്ലായ്മയുടെ മനോഭാവമല്ല. അതെനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സ് വിശ്വസിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ലാക്ക് മൈൻഡ് സെറ്റ്, അതായത് ഇല്ലായ്മയുടെ മനോഭാവം. ഇനി ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തോട്ട്സ് ആണോ നടക്കുന്നത്? ഇതെനിക്ക് ഒരിക്കലും കിട്ടില്ല, എനിക്ക് ഭാഗ്യമില്ല, എല്ലാവർക്കും നടക്കും, എനിക്ക് മാത്രം ഒന്നും നടക്കില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും ഒരു കാര്യവും വർക്കൗട്ട് ആവുന്നില്ല, മാനിഫെസ്റ്റേഷൻ എന്നത് മറ്റുള്ളവർക്കാണ്, എനിക്കല്ല. ഇതാണ് യഥാർത്ഥ ലാക്ക് മൈൻഡ് സെറ്റ്. കാരണം ഈ തോട്ട്സ് എല്ലാം ഒരു മെസ്സേജ് ആണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്നത്. ആ മെസ്സേജ് എന്താണ്? എനിക്ക് കഴിയില്ല, ഞാൻ അർഹനല്ല, എൻ്റെ റിയാലിറ്റി മാറില്ല. സബ് കോൺഷ്യസ് മൈൻഡ് അതാണ് സത്യമെന്ന് സ്വീകരിക്കുന്നത്. പക്ഷേ ഇനി ഈ ചിന്തകളൊന്ന് നോക്കൂ. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം ദിവസേന എന്നിലേക്ക് വരികയാണ്,
ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ അതിന് അർഹനാണ്, ഓരോ ദിവസവും എൻ്റെ ജീവിതം എനിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കാര്യങ്ങൾ സ്വാഭാവികമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇത് ഇല്ലായ്മയുടെ മനോഭാവമല്ല, ഇത് വിശ്വാസമാണ്, ഇത് പ്രതീക്ഷയാണ്, ഇതൊരു പുതിയ ഐഡന്റിറ്റി മനസ്സിൽ സൃഷ്ടിക്കുന്ന പ്രോസസ്സാണ്. അതാണ് മാനിഫെസ്റ്റേഷന്റെ അടിത്തറ. ഇനി ഒരു നിമിഷം നിങ്ങളുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, സബ് കോൺഷ്യസ് മൈൻഡ്, നെവിൽ ഗോഡാർഡ്, ജോസഫ് മർഫി, ഈ പേരുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് പോലും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഒരു ജോലി, നല്ല സുഹൃത്തുക്കൾ, വീട്, പ്രൊമോഷൻ, ബിസിനസ്, ഒരു വലിയ അവസരം, ഇവയൊക്കെ എവിടെയാ തുടങ്ങിയേ? ഒരു ചിന്തയിൽ, ഒരു ചെറിയ വിശ്വാസത്തിൽ. ഒരു ദിവസം നിങ്ങളത് മനസ്സിൽ പറഞ്ഞിരിക്കാം, എനിക്കിത് ചെയ്യാൻ കഴിയും, ഒരു ദിവസം ഇത് എൻ്റേതാകും. ആ ചെറിയ ചിന്ത ഒരു വിശ്വാസമായിട്ട് മാറി. ആ വിശ്വാസം നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റി, തീരുമാനങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റി, പ്രവർത്തനങ്ങൾ പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു. അവസാനം ഒരു ചിന്ത നിങ്ങളുടെ റിയാലിറ്റിയായി മാറി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ റിയാലിറ്റി ആദ്യം പുറത്തല്ല മാറുന്നത്, അത് ആദ്യം നിങ്ങളുടെ ഉള്ളിൽ മാറുന്നു. പുറത്ത് കാണുന്ന ജീവിതം ഉള്ളിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നതിൻ്റെ പ്രതിഫലനം മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നത് ഇല്ലായ്മയുടെ മനോഭാവമേ അല്ല, അതെനിക്ക് കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഇല്ലായ്മയുടെ മനോഭാവം. ഈ ഒരു വ്യത്യാസം മനസ്സിലായാൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റൂൾസ് കാണാം മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് കാരണം ആളുകൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന പേടിയാണ് കൂടുതൽ. ഈ അഫർമേഷൻ ചെയ്യുമ്പോഴും പേടിയാണ്, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും പേടിയാണ്, സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോഴും പേടിയാണ്, ഒരു നെഗറ്റീവ് തോട്ട്സ് വന്നാലും പേടിയാണ്. അങ്ങനെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സന്തോഷമുള്ള ജേണി അല്ലാതായി. എല്ലാവർക്കും പേടിയാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പേടി ഉള്ള മനസ്സിന് ഒരിക്കലും ക്ലാരിറ്റി ഉണ്ടാവില്ല. ക്ലാരിറ്റി ഇല്ലാത്ത മനസ്സിന് ശരിയായ ഡയറക്ഷനും കിട്ടുകയില്ല. ഡയറക്ഷൻ ഇല്ലാത്തടത്ത് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കൺഫ്യൂഷൻ കൂടുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയെ തന്നെ സംശയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ആദ്യം മനസ്സിൽ തിരഞ്ഞെടുക്കൂ. ആ പുതിയ റിയാലിറ്റി മനസ്സിൽ സ്വീകരിക്കൂ. അതിൻ്റെ അനുഭവം ഉള്ളിൽ വളർത്തൂ. ആ ഒരു എനർജിയിൽ ചിന്തിക്കാൻ തുടങ്ങൂ. ആ ഐഡന്റിറ്റിയിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങൂ. അതാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ. കാരണം ഈ മാനിഫെസ്റ്റേഷൻ എന്നത് യൂണിവേഴ്സിനെ മാറ്റാനുള്ള ശ്രമമല്ല, സ്വന്തം ഉള്ളിലെ ഐഡന്റിറ്റി മാറ്റാനുള്ള പ്രോസസ്സാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് ചിലപ്പോൾ ഒരു മെസ്സേജ് ആവാം, അല്ലെങ്കിൽ നല്ലൊരു ബന്ധമാവാം, അല്ലെങ്കിൽ പണമാവാം, അല്ലെങ്കിൽ ജോലിയാകാം, സ്വപ്നതുല്യമായ വീടാകാം, കാറാകാം, എന്തുമാകട്ടെ. അതിനായി അഫേം ചെയ്യാൻ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പക്കൽ ഇതിനോടകം തന്നെ ഉണ്ടെന്ന മട്ടിൽ ചിന്തിക്കുക. അതാണ് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ ഈ വീഡിയോയിൽ നിന്നും ഒരു കാര്യം മാത്രം ഓർക്കുക, ആഗ്രഹിക്കുന്നത് തെറ്റല്ല, ആഗ്രഹിക്കുന്ന ജീവിതം തിരഞ്ഞെടുക്കുന്നതും തെറ്റല്ല. നിങ്ങളെ തടയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല, അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളാണ്. കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾക്കായി ഞാനൊരു പുതിയ വാട്സപ്പ് കമ്മ്യൂണിറ്റി ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മാനിഫെസ്റ്റേഷൻ ടിപ്സ്, പോസിറ്റീവ് ചലഞ്ചസ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, പുതിയ യൂട്യൂബ് വീഡിയോസ്, അപ്ഡേറ്റുകൾ, കൂടാതെ മനസ്സിനെ വളർത്താൻ സഹായിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ സ്ഥിരമായി പങ്കുവെക്കുന്നുണ്ടാവും. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ഈ മനോഹരമായ സ്പിരിച്വൽ ഫാമിലിയുടെ ഭാഗമാകൂ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്